വയനാടിനായി ഒരു കൈത്താങ്ങ് 1.5 കിലോ കിളിമീൻ 200, നല്ല പിടയ്ക്കുന്ന കിളിമീന് പച്ചക്കിളിമീന് 1.5 കിലോ 200, 1.5 കിലോ 200, 1.5 കിലോ കിളിമീൻ 200. വയനാട് ദുരന്തബാധിതർക്കായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കുമ്പഴ ജംഗ്ഷനിലാണ്. ഈ ഒരു വീട് നിർമ്മാണത്തിന് പണം ശേഖരിക്കുന്നതിനായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ മീൻ കച്ചവടം നടക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കളാണ് ഈ മീൻ കച്ചവടത്തിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ ഏതൊക്കെ ടൈപ്പ് മീനാണ് ഉള്ളത്? ഇവിടെ കിളിമീനാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇന്ന് പോയപ്പോൾ കിട്ടിയത് കിളിമീനാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ക്യാമ്പയിനുകൾ തുടങ്ങിയത്. ഇന്നലെ ഒരു ദിവസം ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച ദിവസം മൊത്തം ഞങ്ങളുടെ എല്ലാ യൂണിറ്റുകളിലും ചേർന്ന് ആക്കിറി പറക്കി സ്വരൂപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മേഖലാ സെക്രട്ടറിക്ക് മീൻ കച്ചവടമാണ്. അദ്ദേഹത്തിന്റെ ഒരു ആശയം കൂടാണ് നമുക്കിങ്ങനെ ഒരു കച്ചവടം തുടങ്ങി ഇന്ന് കിട്ടുന്ന ലാഭം മുഴുവനും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ഉള്ളത്. എത്ര കിലോ മീൻ വാങ്ങിച്ചു ചേട്ടാ? 1.5 കിലോ മീൻ. എത്ര വില? എത്ര വില? 200 രൂപ. 200 രൂപ. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് മീൻ വിൽക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ വാങ്ങിച്ചത്. അതുകൊണ്ട് വയനാടിന് വേണ്ടി നമ്മൾ ഒന്ന് കൈ ഓർത്തു, അതിനുവേണ്ടി വാങ്ങിച്ചതാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു മീൻ കച്ചവടം ഈ കുമ്പഴ ജംഗ്ഷനിൽ നടത്തുന്നത്. കിളിമീൻ ഉൾപ്പെടെ എല്ലാ മീനുകളും ഉണ്ട്. എങ്ങനെയാണ്, എത്ര കളക്ഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇന്നത്തെ ഒരു കച്ചവടത്തിലൂടെ ഒരു 15,000-ൽ കൂടുതൽ ലാഭം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നാളെയും മറ്റന്നാളും കുമ്പഴ മേഖലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ മത്സ്യവ്യാപാരം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭവന നിർമ്മാണത്തിന് മേഖലാ കമ്പനിയുടെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് കൂടാതെ തന്നെ ഇവർ വീടുകളിലെത്തി പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി ചലഞ്ച്, പിന്നെ പായസ ചലഞ്ച്, അങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തികളിലൂടെയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഈ പണം സമാഹരിക്കുന്നത്. അതുകൂടാതെ ഓരോ സ്ഥലത്തെ പ്രത്യേകത അനുസരിച്ച് റാന്നിയിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ ഒരു യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ തടി കയറ്റി. അപ്പോൾ അതിന് കിട്ടിയ പണം ഡിവൈഎഫ്ഐയുടെ ഈ ഭവന നിർമ്മാണ പദ്ധതിക്കായി അവർ കൈമാറിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഡിവൈഎഫ്ഐ ഭവന നിർമ്മാണ പദ്ധതിക്കായി പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മീൻ വിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. എങ്ങനെയുണ്ട് ഈ സമയത്തിനകം കച്ചവടം? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആളുകളുടെ ഒരു സഹകരണം എങ്ങനെയുണ്ട്? നല്ല കച്ചവടമാണ്. നാട്ടിലെ ജനങ്ങളാകെ വലിയ പിന്തുണയാണ് തരുന്നത്. നല്ലൊരു കാര്യത്തിനായിട്ടാണ് ആളുകളെല്ലാം നല്ല പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മീനിന്റെ വിലയൊക്കെ എങ്ങനെയാണ്? കിളിമീനൊക്കെ ഇപ്പം എങ്ങനെയാണ് വില? കിളിമീൻ ഇന്ന് 1.5 കിലോ 200-നാണ് വിൽക്കുന്നത്. നമ്മൾ ഈ ദുരിതാശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു വിലയിലേക്ക് എത്തിച്ചേർന്നത്. എങ്കിലും ആളുകൾ നല്ല രീതിയിൽ ഉള്ളൊരു സഹകരണം നമുക്ക് നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഇനം മീനാണുള്ളത്? ഇന്ന് കിളിമീൻ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ബാക്കിയുള്ള മീനുകളൊന്നും ഇന്ന് കിട്ടിയിട്ടില്ല. വയനാട് ദുരിത ബാധിതർക്കായി, അവിടെ ദുരന്തത്തിൽ ജീവൻ മാത്രം തിരികെ ലഭിച്ചവർക്കായി അവരുടെ പുനരധിവാസത്തിനായി വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഇവിടെ മീൻ വിൽപ്പന ഈ പത്തനംതിട്ട കുമ്പഴ ജംഗ്ഷനിൽ നടക്കുന്നത്. കിളിമീനാണ് വിൽക്കുന്നത്. ആളുകളെല്ലാം നല്ല രീതിയിൽ ഡിവൈഎഫ്ഐയുടെ ഈ ഒരു പ്രവർത്തനത്തോട് സഹകരിക്കുന്നു എന്നാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.